മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രം ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും ഫെബ്രുവരി 24 ശനിയാഴ്ച കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിക്കും. ബസിലിക്ക സമർപ്പണത്തിന് 3 ദിവസത്തെ ആഘോഷ പരിപാടികളും ഉണ്ടാകും. ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 12 ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിൻ്റെ കാർമ്മികത്വത്തിൽ ദേവാലയത്തിൽ വിശുദ്ധ അമ്മ തെരേസ്യായുടെ അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠ നടത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. വൈകുന്നേരം 5 ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സാഘോഷ ജാഗര ദിവ്യബലിയും ഉണ്ടാകും. 24 ഉച്ച കഴിഞ്ഞ് 3 വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റെ കാർമ്മികത്വത്തിൽ സാഘോഷ പൊന്തിഫിക്കൽ ദിവ്യബലിയും നടക്കും. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വചനപ്രഘോഷണം നടത്തും. തുടർന്ന് ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും നടക്കും. വൈകുന്നേരം 5 പൊതുസമ്മേളനം പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഉദ്ഘാടനം ചെയ്യും. കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തും. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിക്കും. രമേശ് പറമ്പത്ത് MLA, സാഹിത്യകാരൻ M. മുകുന്ദൻ, മാഹി SP രാജശങ്കർ വെള്ളാട്ട്, കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൻ പുത്തൻവീട്ടിൽ, CCBI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറ, സിസ്റ്റർ ഫിലോ, മാഹി ബസിലിക്ക റെക്ടർ ഫാദർ വിൻസെന്റ് പുളിക്കൽ എന്നിവർ പ്രസംഗിക്കും. ഫെബ്രുവരി 25 ഞായറാഴ്ച വൈകുന്നേരം 4 കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ദിവ്യബലി. തുടർന്ന് 6 മണിക്ക് ഇടവക സമൂഹത്തിൻ്റെ കലാപരിപാടികൾ നടക്കും. മലബാറിൻ്റെ മണ്ണിലെ പ്രഥമ ബസിലിക്കയാണ് മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടുക. കേരളത്തിലെ 11ാമത്തെ ബസിലിക്കയാണ് ഇത്. മാഹി അമ്മ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന സെന്റ് തെരേസ ദേവാലയ വാർഷിക മഹോത്സവവും എല്ലാ വർഷവും ഒക്ടോബർ 5 മുതൽ 22 വരെ സഘോഷം കൊണ്ടാടുകയാണ്. മതമൈത്രിയുടെ പ്രകാശഗോപുരമായി മാഹിയിൽ ഉയർന്നു നിൽക്കുന്ന ദേവാലയത്തിൽ ആണ്ടുതോറും ജാതിമത വർഗ ദേശഭേദമന്യേ ജനലക്ഷങ്ങൾ ആത്മീയ നവീകരണത്തിനായി എത്താറുണ്ട്. 16ാം നൂറ്റാണ്ടിൽ സാർവത്രിക സഭയും മാത്രമല്ല സർവ്വമതസ്ഥർക്കും വിശുദ്ധിയുടെ സോപാനവും പ്രാർത്ഥനയുടെ സമുന്നത സാധനങ്ങളും ജീവിത മാതൃകയിലൂടെയും ആത്മീയ പ്രബോധനങ്ങളിലൂടെയും കൈമാറിയ ആവിലായിലെ അമ്മ തെരേസ്യായുടെ നാമധേയത്തിലാണ് തീർത്ഥാടന കേന്ദ്രം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. വിശുദ്ധ അമ്മ തെരേസ്യായുടെ മാധ്യസ്ഥം വഴി അനേകം അത്ഭുത ദൈവിക ദാനങ്ങൾ ലഭിക്കുമെന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇടവക മഹോത്സവത്തിനോടനുബന്ധിച്ച് ഒക്ടോബർ 5 മുതൽ 22 വരെ പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കുന്ന വിശുദ്ധ അമ്മ തെരേസ്യായുടെ അതിമനോഹരമായ ദാരുശില്പത്തിൻ്റെ പിന്നിൽ പല ഐതിഹ്യങ്ങളുമുണ്ട്. ഉത്സവാഘോഷത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ഈ ദാരുശില്പം ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയവർക്ക് വലയിൽ കുടുങ്ങിക്കിട്ടിയതാണെന്ന് പറയുന്നു. മറ്റൊരു കഥ, അറബിക്കടലിലൂടെ സഞ്ചരിക്കുന്ന ഫ്രഞ്ച് കപ്പൽ മാഹിക്ക് അഭിമുഖമായി എത്തിയപ്പോൾ നിശ്ചലമായി. എല്ലാ പ്രയത്നങ്ങളും വിഫലമായപ്പോൾ കപ്പലിലുണ്ടായിരുന്ന തിരുസ്വരൂപം മാഹിപ്പള്ളിക്ക് നൽകാമെന്ന് നേർച്ച നേർന്നപ്പോൾ മാത്രമാണ് യാത്ര തുടരുവാൻ സാധിച്ചു എന്നുള്ള ഐതിഹ്യമാണ് വേറെ പ്രചാരത്തിലുള്ളത്. ഏതായാലും തിരുനാളിൽ ഈ തിരുസ്വരൂപത്തിൽ പുഷ്പമാല്യം ചാർത്തുവാനും മെഴുകുതിരികൾ കൊളുത്തുവാനും തിരുസ്വരൂപം തൊട്ടുതൊടാനും 10,000 ഇവിടെ എത്തിച്ചേരാറുണ്ട്. മാഹി തിരുനാൾ മാഹിയുടെ ദേശീയ ഉത്സവമാണ്. ഒക്ടോബർ 5 ഉച്ചയ്ക്ക് 12 അമ്മ തെരേസ്യായുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കുമ്പോൾ ദേവാലയ മണികളും സർക്കാർ സൈറനുകളും മുഴക്കാറുണ്ട് എന്നത് തിരുനാൾ മാഹി ദേശക്കാരുടെ ദേശീയോത്സവമാണ് എന്നതിൻ്റെ തെളിവാണ്.